ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി. ചിക്കൻ കറി. അതിന് എന്തൊക്കെയാ ഇട്ടെ? ഞാൻ ഇടാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം എന്തോ ഇട്ടെ? എണ്ണ, 2-3 ഏലക്ക, 2 ഗ്രാമ്പു, 2-3 ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അറിയിക്കട്ടെ, 2 ബേ ലീഫ്. ഇതെല്ലാം ഒന്ന് ഇട്ടു. അതെല്ലാം ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് സവാള കിശാന്ന് അരിഞ്ഞ് അങ്ങോട്ട് ഇടുക. എങ്ങനെ അരിയണം? കിശ അരിഞ്ഞ് കഴിഞ്ഞു. കണ്ടോ? കിശ അരിഞ്ഞ സവാള ഈ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർക്കുക. അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഉള്ളി വഴറ്റണം. മീൻവൈൽ എൻ്റെ പരിപാടി, സിൻസ് വി ഡോണ്ട് ഹാവ് ഗരം മസാല റൈറ്റ് നൗ. ഇത് ഉള്ളി മൂത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയത് ഓൾമോസ്റ്റ് 2 ടീസ്പൂണോളം ഉണ്ട്. അതും ഇട്ട് നല്ലപോലെ മൂത്ത് വരണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് വഴറ്റണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് എരിയില്ലാത്ത മുളക്. ഇത് 2.5 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂൺ. തീ കുറച്ച് വെച്ച് എടുത്തു വെച്ച പൊടികൾ അതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. 1 തക്കാളി. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ അല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ച് വെച്ച് വേവിക്കുക. അല്പസമയം റെഡിയായിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ തൈര് ചേർക്കുക. തീ ഇപ്പോഴും ചെറിയ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ലോ ഫ്ലെയിം ഗൈസ്, ലോ ഫ്ലെയിം. മസാല ഓൾമോസ്റ്റ് റെഡിയായി. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അല്പസമയം അടച്ച് വെച്ച് വേവിക്കണം. തീ കൂട്ടി വെക്കാം. നോർമൽ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ട് തീ ആ ഫ്ലെയിമിൽ തന്നെ വെച്ച് അടച്ചു വെക്കുക. ഇനിയും അല്പസമയം ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. വെള്ളം തിളപ്പിച്ചെടുത്തു. ഈ ചിക്കൻ വെച്ചിട്ട് നല്ലപോലെ 5 minutes ആയി തിളയ്ക്കാൻ തുടങ്ങി. അത് ഒന്ന് ഇളക്കി കൊടുത്ത് അല്പം കറിവേപ്പിലയിട്ട് 20 മിനിറ്റ് ഈ ചിക്കൻ വേകണം. അപ്പോഴത്തേക്ക് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചിക്കൻ വെന്തിരിക്കും. നല്ലതുപോലെ തിളച്ച് 5 മിനിറ്റ് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. വെള്ളം ഉണ്ടെങ്കിലും ഇത് കരിഞ്ഞു പോകും, ഫ്ലെയിം കൂടുതലാണെങ്കിൽ. ഈ സമയത്ത് നമുക്ക് ചാറിൻ്റെ ഉപ്പ് നമുക്ക് നോക്കാം. 2 പ്രാവശ്യം കുറേശ്ശെ ഇട്ടതുകൊണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ചെക്ക് ചെയ്യണം.
അല്പം ഉപ്പൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ചാറ് അല്പം കൂടെ കുറുകാനുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം കൂടി കറിവേപ്പിലയും ഇട്ട് ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ചാറ് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം.